ഹായ് ഓൾ വെൽക്കം ബാക്ക്. സോ ഇങ്ങനെയായിരുന്നു റൂം ഉണ്ടായിരുന്നത് ടോട്ടലി. അപ്പോൾ ഞാൻ ഓൾറെഡി റൂമിലെ കുറച്ച് ഐറ്റംസൊക്കെ മാറ്റി റൂം ഫുള്ളായിട്ട് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഹോട്ട് ചോക്ലേറ്റൊക്കെ കുടിച്ചിട്ടാണ് ഇങ്ങനെ റൂം മേക്ക് ഓവർ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. റൂം മേക്ക് ഓവറല്ല, ക്രിസ്മസ് മേക്ക് ഓവറാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ലേറ്റായിട്ടാണ് വീഡിയോ പോസ്റ്റ് ചെയ്യണത്. അതെനിക്കറിയാം. അതായത് ഇന്നാണ് ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സൈഡിലെ ടേബിളിലാണ്. ഇവിടെയാണ് എൻ്റെ ബേർഡ്സിനെ വെക്കണോണ്ട് ആ ടേബിൾ ഇപ്പോൾ അവരായിട്ടാണ് യൂസ് ചെയ്യാറ്. അതായത് ഡേ ടൈമിൽ ഇവിടെ വെക്കും, നൈറ്റ് എടുത്ത് പൊക്കത്ത് വെക്കാറ്, അങ്ങനെയാണ്. അപ്പം ഇപ്പം ഞാൻ വിചാരിച്ച് അവരെപ്പോഴും പൊക്കത്ത് വെച്ചിട്ട് ഇവിടെ എൻ്റെ ലാപ്ടോപ്പൊക്കെ വെക്കാമെന്ന്. അപ്പോൾ അതാണ് കിളി. ഇപ്പം നൈറ്റ് ആയതുകൊണ്ട് ഞാൻ മൂടിയിട്ടൊക്കെയാണ്. ഞാൻ റൂമൊക്കെ ക്ലീൻ ചെയ്യണോണ്ട് അവർ ഉറങ്ങുന്ന ടൈമല്ലേ വിചാരിച്ച്. പിന്നെ വിൻ്റർ തണുപ്പും കൂടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ മൂടിയിട്ടൊക്കെയാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ടേബിളിൽ ഫുൾ ലാപ്ടോപ്പ്, പിന്നെ ഫ്ലവേഴ്സ് മെയിൻ ആയതുകൊണ്ട് അതും എല്ലാം അവിടെ ഡെക്കറേറ്റ് ചെയ്ത് അങ്ങോട്ട് വെച്ച് ആ ഭാഗം ഫുള്ളായിട്ട് നല്ലോണം ക്ലീൻ ചെയ്ത്. അപ്പം എനിക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലുമൊക്കെ കേട്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാൻ അതും വെച്ചിട്ടുണ്ട്. പിന്നെ ലാപ്പിൽ ചാർജ് കുറവായതുകൊണ്ട് കുത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ ഓൾറെഡി അങ്ങനത്തെ മേക്ക് ഓവർ അങ്ങനത്തെയൊക്കെയാണ് നോക്കി വെച്ചേക്കണത്. അപ്പോൾ ഇത്രയും ദിവസം ഈ ട്രീ ഞാൻ ഫ്രണ്ടിലാണ് കൊണ്ട് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അവിടെ വെച്ചുകൊണ്ട് തന്നെ പൂച്ചകളുള്ളതുകൊണ്ട് അവർ ചെറുതായിട്ടൊക്കെ ചീത്തയാക്കിയിട്ടുണ്ട്. അങ്ങനെ അധികം ചീത്തയാക്കിയിട്ടില്ല, എന്നാലും ചീത്തയാക്കിയിട്ടുണ്ട്. ബോൾസൊക്കെ പകുതിയും പറിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ ഇതിലൊക്കെ കയറി ഭയങ്കരമായിട്ട് കളിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി ഐറ്റംസൊക്കെ കാണിച്ചുകൊണ്ട് പിന്നെയും ഞാൻ ഓവറായിട്ട് കാണിക്കുന്നില്ല. പിന്നെ ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതെൻ്റെ കയ്യിൽ കുറേ ഉണ്ടായിരുന്നു. മഞ്ഞൾ റൂം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതും കൂടി തൂക്കിയേക്കാം, അതിന് വെച്ചുകൊണ്ട് എന്നിട്ട് കാര്യമില്ലല്ലോ വിചാരിച്ച് അതും തൂക്കി. പിന്നെ തണുപ്പായതുകൊണ്ടാണ് ഇങ്ങനെ കോട്ടയ്ക്ക് ഇട്ടിരിക്കണത്. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ 12 മണിക്ക് ശേഷമാണ് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അങ്ങനെ. ഇതിവിടെ വെക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. പിന്നെ അതവിടെ വെക്കാൻ പറ്റൂലല്ലോ. പിന്നെ എൻ്റെ ഗ്ലൂ ഗണ്ണും ചീത്തരിക്കണോണ്ട് ഞാൻ പിന്നെ അത് വെച്ചില്ല. പിന്നെ എൻ്റെ കയ്യിൽ ഈ സ്റ്റാർ ഉണ്ടായതുകൊണ്ട് മറ്റേ സ്റ്റാറിനെ ബാക്കിലോട്ടാക്കിയിട്ട് ഇത് ഫ്രണ്ടിൽ വെച്ച്. പിന്നെ കുറച്ച് ബോൾസൊക്കെ അന്ന് വാങ്ങിയത് അതും തൂക്കി. മേരി ക്രിസ്മസ് പിന്നെ ഒട്ടിക്കാൻ വിചാരിച്ച് അതങ്ങനെ ടേബിളിൽ തന്നെ വെച്ച്. പിന്നെ എനിക്ക് കമൻറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു ലൈറ്റ് കൂടി ഇട്ടാൽ അടിപൊളിയാവുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൽ ലൈറ്റും കൂടി ആഡ് ചെയ്യാമെന്ന്. അങ്ങനെ അതിൽ ലൈറ്റും ആഡ് ചെയ്ത് സൈഡിൽ നേരത്തെ ഉണ്ടാക്കിയ സ്റ്റാർ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതും ഒട്ടിച്ച് വെച്ച്. അത് കഴിഞ്ഞിട്ട് ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഇത് ഒട്ടിക്കണം എന്നുണ്ടായിരുന്നു, പിന്നെ ഒട്ടിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ മിററൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്ത്. അടിയിലായി എഴുതിയ പാട് മായ്ക്കാൻ പറ്റണ്ടായില്ല. എങ്ങനെ മായ്ക്കുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇവിടെയും ചെറുതായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കിടന്നുറങ്ങി. ബിക്കോസ് 2 മണി ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെ കിടന്നുറങ്ങി. ബാക്കി ഇത് മോർണിംഗിലത്തെ വീഡിയോ ആണ്. ഫസ്റ്റ് തന്നെ എണീറ്റപ്പോൾ ബെഡ് ചെറുതായിട്ട് മേക്ക് ചെയ്തിട്ട് ടേബിൾ തന്നെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചുകൊണ്ട് അധികം ഇല്ലായിരുന്നു. പിന്നെ ആ സൈഡിൽ കഞ്ചസ്റ്റഡായിട്ട് കിടക്കണോണ്ട് അത് നേരെ താഴെ വെച്ചിട്ട് അവിടെ ഫ്ലവേഴ്സ് തന്നെ കയറ്റി വെച്ച്. പിന്നെ ഉണ്ടാക്കിയ ഓരോ റീത്തും അതൊക്കെ അവിടെ വെച്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേബിളിൽ ക്രിസ്മസിൽ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമല്ലോ എന്ന് പറഞ്ഞിട്ട് അതും ചെറുതായിട്ടൊക്കെ ആഡ് ചെയ്ത്. ഞാൻ അങ്ങനെ ക്രിസ്മസ് ഒന്നും ആഘോഷിക്കണ ഒരാളേ അല്ല. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഈ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണതും ഈ ക്രിസ്മസ് മേക്ക് ഓവർ തന്നെ ഇത്ര ഫണ്ട് പൊട്ടിക്കണതും അങ്ങനെയെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാണ്. അപ്പം അറിയില്ല, കുറേ തെറ്റുകളൊക്കെ ഉണ്ടാകുമായിരിക്കും. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ മേക്ക് ഓവർ ചെയ്തത് എന്തായാലും. എന്നിട്ട് ഇതിൽ സാധാരണ പോലെ തന്നെ ഈ സാധനം ഇട്ടിട്ട് ലാമ്പൊക്കെ വെക്കാനുള്ളത് വെച്ച്. പിന്നെ ബോൾസ് കുറച്ച് ഇതിലും ആഡ് ചെയ്ത് കൊടുത്ത് ടേബിളിൽ കാണണമല്ലോ അങ്ങനത്തെ രീതിയിൽ. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം എല്ലാവരും ഭയങ്കര ലേറ്റായിട്ടാണ് വീഡിയോ ഇട്ടേക്കണമെന്ന് തോന്നുന്നത്. ഡിസംബർ തുടങ്ങിയതും തീരാറായതും എല്ലാം ഒരുമിച്ചായിരുന്നു. പിന്നെ ഞാനിത് അന്ന് കാണിച്ച സ്റ്റാർസ് ആയിരുന്നു. അപ്പം അതും ഇതിൻ്റെ ഇടയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് മേളിലെ വിൻഡോൻ്റെ സൈഡിൽ കുറച്ച് കൺജസ്റ്റഡ് ആണ്. പക്ഷെ ദൂരം നിന്ന് നോക്കുമ്പോൾ അറിയില്ല, അടുത്തുനിന്ന് നോക്കുമ്പോൾ നല്ലോണം അറിയുമായിരിക്കും. അപ്പോൾ ഈ ലൈറ്റൊക്കെ സ്റ്റാർസിൻ്റെ ലൈറ്റ് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. വീഡിയോയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ ടേബിളിൽ ഓൾറെഡി ഉണ്ടായ ഐറ്റംസ് എല്ലാം തിരിച്ച് അതിലോട്ട് തന്നെ ആഡ് ചെയ്ത്. പിന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ബോയൊക്കെ മെയിൻ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ബോ ഞാൻ ആഡ് ചെയ്ത്. ഇതിൽ എൻ്റെ കയ്യിലുണ്ടായ റിബണും കൊണ്ടാണ് ഞാൻ ഇത് ആഡ് ചെയ്തത്. ഞാൻ പറഞ്ഞല്ലോ ഗ്ലൂ ഗൺ ചീത്തായിരുന്നു. അപ്പോൾ ഞാൻ ഗ്ലൂ സ്റ്റിക്ക് ഉരുക്കിയിട്ടാണ് ചെയ്തത്. ചെറുതായിട്ട് കൈ നല്ലോണം പൊളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളിതൊക്കെ ചെയ്യുമ്പോൾ നോക്കിയൊക്കെ ചെയ്യണം. ഓൾറെഡി മിക്കവരുടെ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയാം. ഞാൻ ചെയ്യാൻ നല്ല ലേറ്റായി. പിന്നെ ഇന്നും ഇത് പോസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇത് ലേറ്റാവും. ഞാൻ ഇതിനു വേണ്ടി മാത്രം രാവിലെ ഇരുന്നതാണ്. പിന്നെ ചാർജ് തീർന്നു, അതാണ് ഇത്രയും ലേറ്റ് ആവണത് വീഡിയോ ഇടാൻ. ഇതെൻ്റെ കയ്യിൽ 2 ഗ്ലൂ ഗൺ ഉണ്ടായതാണ്. ഒരെണ്ണം ബ്ലൂ ചീത്തയപ്പോഴാണ് ബ്ലാക്ക് വാങ്ങിയത്. ലാസ്റ്റ് ബ്ലാക്കും ചീത്തയായി. ബ്ലാക്ക് വാങ്ങിയിട്ടാകെ ഒരാഴ്ച ഉണ്ടായുള്ളൂ.
പിന്നെ ഈ ഫ്ലവേഴ്സ് എൻ്റെ ഡെസ്കിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ വെള്ളവും ചീത്തയായി, പിന്നെ അതിലിരുന്നിട്ട് ഫ്ലവേഴ്സും ചീത്തയായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇതെന്തായാലും ട്രൈ ചെയ്യാനുള്ളതായതുകൊണ്ട് പിന്നെ ഞാൻ വെള്ളം ആഡ് ചെയ്തില്ല. ചീത്ത സ്റ്റെമ്മൊക്കെ ജസ്റ്റ് കട്ടൊക്കെ ചെയ്ത് അങ്ങനെ ഫുള്ളായിട്ട് ഇത് ക്ലീൻ ചെയ്തിട്ട് തിരിച്ചതിൽ തന്നെ വെച്ച് ജസ്റ്റ് നേരത്തെ വെച്ച പോലെ തന്നെ. പിന്നെ ലീവ്സൊക്കെ കൊഴിയാൻ തുടങ്ങിയതുകൊണ്ട് അതധികം ഇല്ലായിരുന്നു. ഫുൾ ടേബിൾ ഫുള്ള് ഓൾറെഡി മേക്ക് ചെയ്ത് കഴിഞ്ഞതോടെ. അത് കഴിഞ്ഞിട്ട് ഈ ഫ്ലവേഴ്സ് തന്നെ ഇന്നൊരു വീഡിയോ വേറെ ഇടും. അതായത് ഒരു ഗിഫ്റ്റ് ചെയ്യണ രീതിയിൽ അതിനു വേണ്ടി വെച്ചതാണത്. പിന്നെ ഇത് രണ്ടും എൻ്റെ സൈഡിലെ റീഡിങ്ങും പിന്നെ ജേണൽ ബുക്കും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ഉള്ള ബുക്കാണ്. അപ്പോൾ അത് നീക്കിയപ്പോഴാണ് അവിടെ ഫ്രൂട്ട്സിൻ്റെ ഒരു ഇതിരിക്കണുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അതും കൂടി ക്രിസ്മസ് ട്രീൻ്റെ അങ്ങടേക്ക് വെക്കാമെന്ന്. ഈ 2 ബോക്സിലും കൂടി ഇങ്ങനത്തെ ഒരു ഷീറ്റ് ഇടാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാനിത് നേരെ അതിലോട്ട് വെച്ച് ഇത് റീഡ് ചെയ്യണ ബുക്സാണ്. അങ്ങനെ അധികം റീഡിംഗ് ഒന്നും ചെയ്യാറില്ല. 2026 തുടങ്ങുമ്പോൾ അതൊക്കെ ചെയ്യണമെന്നുണ്ട്. പിന്നെ അത് ഹെൽമെറ്റിൻ്റെ ബോക്സാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇടാം. അത് വാങ്ങാൻ പോയ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ റൂമിൻ്റെ ഫ്രണ്ട് ഡോർ ഇങ്ങനെയാണ് ചെയ്തേക്കണത്. എൻ്റെ റൂം മാത്രമേ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ, വേറെ അധികം ഒന്നും ഡെക്കറേറ്റ് ചെയ്തിട്ടില്ല. ഇതെൻ്റെ പെയ്ഡ് ആക്ടറാണ്. അവൻ ആ കറക്റ്റ് ടൈമായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഏകദേശം ഫുള്ള് എനിക്കിഷ്ടമായി മേക്ക് ഓവർ. നിങ്ങൾക്ക് എങ്ങനെയാണ്, ഇഷ്ടമാകോ ഇല്ലേന്ന് എനിക്കറിയില്ല. ഇഷ്ടമായാലില്ലേലും പറയണം. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് തോന്നണം. അപ്പം ഏകദേശം ഇങ്ങനെയാണ് എൻ്റെ റൂം ഇരിക്കണത്. സൈഡിലൊക്കെ പിന്നെ ബെഡിൻ്റെ സൈഡിൽ ഞാൻ അധികം മേക്ക് ഓവറൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ്. അപ്പം എൻ്റെ പൂച്ച പിന്നെ കഴിവ് കൂടിയ പൂച്ചയായതുകൊണ്ട് അവൻ തന്നെ റൂമൊക്കെ തുറന്നങ്ങോട്ട് പൊക്കോളും. കറക്റ്റ് ടൈമിൽ വീഡിയോ എടുക്കുന്ന ടൈമിൽ അവൻ്റെ ഇതും കിട്ടി. അപ്പോൾ ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ റൂം ഇങ്ങനെയാണ് ഇരിക്കണം. എനിക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പം ഇത് മീഷോയിൽ നിന്നൊന്നും വാങ്ങിയതല്ല, ഇത് ഞാൻ മോഡൽ കൊടുത്ത് തയ്പ്പിച്ചതാണ്. പിന്നെ റൂമിൽ ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത എസ്തെറ്റിക് ആ ഒരു ഫിലിമും കൂടി കണ്ട് അവസാനിപ്പിച്ച്. സോ സയനറ.